Hi everyone. In today's session, we are going to discuss about one-time pad, or it is called Vernam cipher or cipher. Anyways, it is very similar to our Wigner cipher, that is a polyalphabetic type of cipher. So one-time pad is also called Vernam cipher, or we can call it as a perfect cipher. Is a kind of crypto algorithm where plain text is actually combined with a random key. So here we are selecting a random key and combined it with the plain text in order to convert the plain text into its encrypted form or ciphertext. So this one of the most important matter or thing about our Vernam cipher is of using random key. Once we are using such key, we don't use it in the future. നമ്മളത് ഫ്യൂച്ചറിൽ പിന്നെ അത് ഉപയോഗിക്കത്തില്ല. അതുതന്നെയാണ് we have to say that this Vernam cipher is very difficult to break by the opponent. ഒപ്പോണൻറ്റ് ബ്രേക്ക് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് സൈഫറാണ് വെർണം സൈഫർ. ദ കീ എന്ന് പറഞ്ഞാൽ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ വെർണം ആൻഡ് ദ വിഗ്നേറ്റ് സൈഫർ ഈസ് ദ സൈസ് ഓഫ് ദ സൈസ് ഓഫ് ദ കീയുടെ സൈസിലാണ് ഇവരുടെ ഡിഫറൻസ് വരുന്നത്. In the case of a Wigner cipher, the key size may be less than that of the plain text. But what we have to do in order to encrypt it, we have to make the size of the plain text equal to its corresponding key. Okay. Whereas here നമുക്ക് ഈ പറയുന്നത് പോലെ റിപ്പീറ്റ് ചെയ്ത് കീനെ എന്താണ് നമ്മുടെ പ്ലെയിൻ ടെക്സ്റ്റുമായിട്ട് ഈക്വൽ ആക്കാൻ പറ്റില്ല. സോ ഹിയർ വി മസ്റ്റ് പ്രൊവൈഡ് എ കീ ദാറ്റ് ഈസ് ഈക്വൽ ടു ദ സൈസ് ഓഫ് ദി പ്ലെയിൻ ടെക്സ്റ്റ്. തന്നിരിക്കുന്ന പ്ലെയിൻ ടെക്സ്റ്റിന് ഈക്വൽ സൈസിലുള്ള ഒരു കീ വേണം നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യാനായിട്ട്. സോ ഈച്ച് കീ, that means the key is at least as long as the message or data that must be encrypted. Each key is used only once and both sender and receiver must destroy their key after use. അവരുടെ യൂസേജ് കഴിയുമ്പോൾ സെൻഡർ ആയിരുന്നാലും സെൻഡറിൻ്റെയും റിസീവറിൻ്റെയും കയ്യിലാണ് ഈ പറയുന്ന കീ ഉള്ളത്. ഈ കീനെ ഡിസ്ട്രോയ് ചെയ്യേണ്ടി വരും. There should be only 2 copies of the key, one for the sender and another for the receiver. So let's see the encryption process first. So in order to encrypt a message, we have to assign values for each alphabets, like A equal to 0, B equal to 1, etc. up to Z. Okay, Z equal to 25. അപ്പോൾ അതാണ് ഞാൻ ഈ ഫസ്റ്റ് സ്റ്റെപ്പിൽ കാണിച്ചിരിക്കുന്നത്. എന്നിട്ട് ഇത് നിങ്ങൾക്ക് വായിച്ചാൽ മതി, അത് മനസ്സിലാകും. നേരത്തെ ഇക്വേഷനും കാര്യങ്ങളെല്ലാം സെയിം തന്നെയാണ്. ബട്ട് ഹിയർ വി ആർ നോട്ട് യൂസിങ് എനി കൈൻഡ് ഓഫ് എ ടേബിൾ ഇൻ ദ whereas in the case of a Wigner cipher, we are using a table there, and as well as if we are not using any kind of a table, then we have to go for the equation. But here നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഇക്വേഷനിലേക്ക് തന്നെയാണ് പോകുന്നത്. ഇഫ് എനി നമ്പർ ലെസ് ദാൻ 0 then അതായത് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, അപ്പോൾ നമുക്ക് കിട്ടുന്ന എൻക്രിപ്ഷൻ ചെയ്ത് കിട്ടുന്ന വാല്യൂ ഏതെങ്കിലും തരത്തിലുള്ള നെഗറ്റീവ് വാല്യൂ ആണെങ്കിൽ ആ നെഗറ്റീവിനെ പോസിറ്റീവ് ആക്കാനായിട്ട് നിങ്ങൾ -26 ആ നമ്പർ -26 ആണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. അതാണ് ഈ ഒരു പോയിന്റിൽ എഴുതിയിരിക്കുന്നത്. നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ വിഗ്നർ സൈഫർ കേട്ടവർക്ക് ഇത് മനസ്സിലാകും. It is said to be an unbreakable cipher. As the name suggests, key is used only one time and never used again for any other message to be encrypted. ഒരു മെസ്സേജ് എൻക്രിപ്റ്റ് ചെയ്യാനും നമ്മൾ ആ കീ പിന്നെ യൂസ് ചെയ്യില്ല. സോ ഇവിടെ പ്ലെയിൻ ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ദിസ് ഈസ് സീക്രട്ട്. ദിസ് ഈസ് ദ പ്ലെയിൻ ടെക്സ്റ്റ് ദാറ്റ് വി നീഡ് ടു കൺവേർട്ട് ഇൻ ടു സൈഫർ. സോ ഫോർ ദാറ്റ് വി ആർ യൂസിങ് എ വൺ ടൈം പാഡ് കീ. ആ വൺ ടൈം പാഡ് കീ നമ്മൾ റാൻഡമായിട്ട് ചൂസ് ചെയ്തിരിക്കുന്ന ഏതോ ഒരു കീ വിച്ച് ഇസ് ഈക്വൽ ടു ഏതാണ് നമ്മുടെ സൈസ് ഓഫ് ദി പ്ലെയിൻ ടെക്സ്റ്റിന് ഈക്വൽ ആയിട്ടുള്ള ഒരു OTP കീ ഞാൻ എടുത്തു എന്നേ ഉള്ളൂ. അത് XVHEUW, അവിടെ വേറെ പ്രത്യേകിച്ച് ക്രൈറ്റീരിയ ഒന്നുമില്ല. ഞാൻ റാൻഡമായിട്ട് ലെറ്റേഴ്സ് കൊടുത്ത് ഞാൻ അവിടെ ഫിൽ ചെയ്തു.
എന്നിട്ട് കറസ്പോണ്ടിങ് പ്ലെയിൻ ടെക്സ്റ്റിൻ്റെ വാല്യൂ ആണ്, അതായത് ടീൻ്റെ കറസ്പോണ്ടിങ് വാല്യൂ എത്ര, എച്ചിൻ്റെ കറസ്പോണ്ടിങ് വാല്യൂ, അതാണ് നമ്മൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ 19 is the value for the t, 7 is the value for h. Likewise നമ്മൾ ആ പറയുന്ന വാല്യൂ ആണ് ഈ ഒരു പിയുടെ വാല്യൂ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് കീയുടെ വാല്യൂ, നമ്മുടെ കീ എന്ന് പറഞ്ഞാൽ എക്സ് വി എച്ച് ഇ യു ഡബ്ല്യു എൻ ഒ പി ജി ഡി സെഡ് ആണ്. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ ആണ് ഈ പറയുന്ന റോയിൽ കിടക്കുന്നത്. അപ്പം നമ്മളിവിടെ ഡീക്രിപ്ഷൻ എന്നാണ് ഞാൻ എഴുതിയത്, ഡീക്രിപ്ഷൻ വാല്യൂ അല്ല കേട്ടോ, ഇത് ഡീക്രിപ്ഷൻ അല്ല, ഞാൻ എൻക്രിപ്ഷൻ ആണ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് എൻക്രിപ്ഷൻ ആണ് കേട്ടോ. എൻക്രിപ്ഷൻ വാല്യൂ അതിൻ്റെ എൻക്രിപ്റ്റഡ് ഫോമുമാണ് എഴുതിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് തിരുത്തിക്കൊള്ളാം നിങ്ങളും. സോ എൻക്രിപ്ഷൻ വാല്യൂ എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ്, അതായത് എൻക്രിപ്റ്റ് ചെയ്യേണ്ട കീയും നമ്മൾ യൂസ് ചെയ്യുന്ന കീ പ്ലസ് എൻ്റെ പ്ലെയിൻ ടെക്സ്റ്റ് ചെയ്യും മോഡ് 26, അങ്ങനെയാണ് ഞാൻ ഈ പറഞ്ഞു ചെയ്തിരിക്കുന്നത്. അപ്പോൾ 19 + 23 എത്രയാണ്, 42. സോ 42 ഡിവൈഡഡ് ബൈ 26 എന്ന് ചെയ്യുമ്പോൾ നമുക്ക് മോഡ് റിമൈൻഡർ കിട്ടുന്നത് 16 ആണ്, അതാണ് മോഡിൽ എഴുതിയിരിക്കുന്നത്. അതുപോലെ 7 + 21 ഈസ് നത്തിങ് ബട്ട് 28. 28 മോഡ് 26 ഈസ് 2. അപ്പം അതാണ് അങ്ങനെ മോഡ് ചെയ്തതാണ് എൻക്രിപ്റ്റഡ് വാല്യൂ ആയിട്ട് ഈ റോയിൽ കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ കറസ്പോണ്ടിങ് എന്താണ് ആൽഫബറ്റ്സ് ആണ്. 16 എന്ന് പറയുന്ന നമ്പറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആൽഫബറ്റ് ആണ് Q, 2 എന്ന് പറയുന്നതിൻ്റെ വാല്യൂക്കുള്ളതാണ് C. അങ്ങനെ നമ്മൾ ഇതും ഫിൽ ഔട്ട് ചെയ്തിരിക്കുന്നു. ദാറ്റ് മീൻസ് ദ എൻക്രിപ്റ്റഡ് ഫോം ഓർ എൻക്രിപ്റ്റഡ് വേർഡ് ഫോർ ദി encrypted sentence for this is secret is QZPWCOFSRXHS. ഓക്കെ എന്നുള്ളത്. ഇനി നമ്മൾ ഡീക്രിപ്ഷൻ എങ്ങനെ ചെയ്യും? ഡീക്രിപ്ഷൻ ജസ്റ്റ് അതിൻ്റെ ഓപ്പോസിറ്റിൽ ചെയ്യും. ഓപ്പോസിറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, മൈനസ് ചെയ്യും. അപ്പോൾ 16 - 23 ആയിരിക്കും നമ്മളിവിടെ എടുക്കുന്നത്. എൻക്രിപ്റ്റഡ് വാല്യൂ നമുക്കിവിടെ കൊടുക്കുന്നുണ്ട്. എൻക്രിപ്റ്റഡ് വാല്യൂ 16, ഇവിടെ വീണ്ടും ഞാൻ എൻക്രിപ്ഷൻ എന്നാണ് എഴുതിയിരിക്കുന്നത്. ഇത് എൻക്രിപ്റ്റഡ് വാല്യൂ ആണ് കേട്ടോ. എൻക്രിപ്റ്റഡ് വാല്യൂ, കീ വാല്യൂ, കറസ്പോണ്ടിങ് പ്ലെയിൻ ടെക്സ്റ്റിൻ്റെ വാല്യൂ, അതായത് ഇവിടെ നടക്കുന്നത് ഡീക്രിപ്ഷനാണ്. ഓക്കെ, ഇവിടെ നടക്കുന്ന ഡീക്രിപ്ഷനാണ്. സോ എന്താ ചെയ്യുന്നത്, നമ്മൾ മൈനസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് P - A, അതായത് 16 - 23 എന്ന് പറയുമ്പം എത്രയാണ് കിട്ടുന്നത്, നമുക്ക് വരുന്നത് 628, അപ്പം 7. ഓക്കെ, 7 ആണ്. അപ്പോൾ 7 വരുമ്പോൾ -7 എന്ന് വരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, 26 - 7 ചെയ്യും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, 19 കിട്ടും. ആ 19 ആണ് ഈ കിടക്കുന്നത്. അതുപോലെ തന്നെ എന്താണ് അടുത്തത്, 2 - 21 ചെയ്യണം. അപ്പോൾ 2 - 21 മോഡ് 26. അപ്പോൾ എത്രയാണ്, -19 എന്നാണ് കിട്ടുന്നത്. -19 മോഡ് 26. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, 26 - 19 ചെയ്യും. അപ്പോൾ നമുക്ക് എത്ര കിട്ടും, 7 എന്ന് കിട്ടും.
R7 ആണ് ഈ കിടക്കുന്നത്. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളത് ചെയ്യുമ്പോൾ നമുക്ക് ദിസ് ഇസ് സീക്രട്ട് എന്ന് തന്നെ കിട്ടും. സോ ഫണ്ടമെൻ്റൽ സെക്യൂരിറ്റി പ്രോബ്ലം ഇൻ വൺ ടൈം പാഡ് എന്ന് പറഞ്ഞാൽ കീ ഡിസ്ട്രിബ്യൂഷൻ അത് പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളത്. നമ്മൾ പറഞ്ഞല്ലോ, ഇപ്പം നമ്മൾ ഇൻഫർമേഷൻ ചാനലിൽ കൂടി നമ്മൾ ഈ പറയുന്ന കീ സെൻഡ് ചെയ്യും, കീയും അതിൻ്റെ അൽഗോരിതവും എല്ലാം വെച്ച് സെൻഡ് ചെയ്യുമ്പോൾ നെറ്റ്വർക്കിനകത്ത് ഹാക്കേഴ്സ് ഉണ്ടാകും, അല്ലെങ്കിൽ ഒപ്പോണൻസ് ഉണ്ടാകും, തേർഡ് പാർട്ടീസ് അവർ ഈ പറയുന്ന പോലെ എടുക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ആ എടുത്താലും ഈ പറയുന്നത് പോലെ നമ്മുടെ കീ പ്രൊട്ടക്റ്റ് ചെയ്ത് വെക്കുക എന്ന് പറയുന്നത് ഇറ്റ്സ് എ വെരി ചാലഞ്ചിങ് സിറ്റുവേഷൻ. സോ നെക്സ്റ്റ് വൺ ഇസ് ദർ വിൽ ബി സം ലോട്ട് ഓഫ് പ്രാക്ടിക്കൽ പ്രോബ്ലം ഫോർ മേക്കിംഗ് ലാർജ് ക്വാണ്ടിറ്റീസ് ഓഫ് റാൻഡം കീസ് അല്ലേ. റാൻഡം ആയിട്ടുള്ള കീസാണ് നമുക്ക് ജനറേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ഈ പറയുന്ന വൺ ടൈം പാഡ് വെച്ചിട്ട് ഒരുപാട് മെസ്സേജസ് ഈ പറയുന്ന പോലെ റാൻഡം കീയിൽ നമ്മൾ ചെയ്യുവാണെങ്കിൽ അതിനെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാമെന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇത് രണ്ടുമാണ് fundamental security problems in one time pad. Then disadvantages of, not disadvantages, some kind of a problems which are present in one time pad. Okay, ഇനി വരുന്നത് നമുക്ക് ഒരു ട്രാൻസ്പൊസിഷൻ ടെക്നിക്സ് ആണ് നമുക്ക് നോക്കേണ്ടത്. സോ നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ ടെക്നിക്കിനകത്ത് ഒരാളും കൂടി ഉണ്ട്, നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഹിൽ സൈഫറാണ്. അത് എളുപ്പമാണ്, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. അവിടെ കുറച്ചും കൂടി മാത്തമാറ്റിക്കൽ, അതായത് നമ്മുടെ മെട്രിക്സിൻ്റെ ഇൻവേഴ്സ് ഒക്കെ കണ്ടുപിടിക്കേണ്ടതായിട്ട് വരും. അത് പ്രോബ്ലം ചോദിച്ച് കണ്ടിട്ടില്ല, ബട്ട് ഹിൽ സൈഫർ എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. പ്രോബ്ലമാറ്റിക് ആയിട്ട് നമുക്ക് പ്രോബ്ലം തന്നിട്ട്, ഒരു ക്വസ്റ്റ്യൻ തന്നിട്ട് അതിനെ എൻക്രിപ്റ്റ് ചെയ്യാൻ ചോദിച്ചിട്ടില്ല. പക്ഷേ പ്ലേഫെയർ സിഫറിനകത്ത് ഈ പറയുന്ന പോലെ എൻക്രിപ്ഷൻ പ്രോസസ്സ് നടത്താനായിട്ട് നമുക്ക് തരുന്നുണ്ട്, സെൻറ്റൻസ് തരുന്നുണ്ട്. സോ ഹിയർ വി ആർ ഗോയിങ് ടു ഡിസ്കസ് ട്രാൻസ്പൊസിഷൻ ടെക്നിക്സ്. സോ ഈ ട്രാൻസ്പൊസിഷൻ ടെക്നിക്സും സബ്സ്റ്റിറ്റ്യൂഷൻ ടെക്നിക്സും തമ്മിലുള്ള ഡിഫറൻസ് ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു. സബ്സ്റ്റിറ്റ്യൂഷൻ ടെക്നിക്ക് ആകുമ്പോൾ നമ്മളൊരു ലെറ്ററിന് പകരം നമ്മൾ വേറൊരു ലെറ്റർ സബ്മിറ്റ് ചെയ്യും, അതിൽ നിന്ന് റീപ്ലേസ് ചെയ്യുന്നു. But in the case of a transposition techniques, here we are using some kind of a permutation and applying a letter which is available in that particular sentence itself. നമ്മൾ അതിനെ റീഓർഡർ ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, ദർ വിൽ ബി നോ റീപ്ലേസ്മെൻറ്റ് ഓഫ് ക്യാരക്ടേഴ്സ്. ഒരു ക്യാരക്ടറും ഈ പറയുന്നത് പോലെ റീപ്ലേസ് ചെയ്യുന്നില്ല. So transposition techniques can be classified into two types according to their presence of the key. കീയുടെ പ്രസൻസ് അനുസരിച്ച് എനിക്ക് രണ്ട് തരത്തിൽ ഡിവൈഡ് ചെയ്യാം. ഒന്ന് കീ വെച്ചിട്ട് എനിക്ക് ട്രാൻസ്പൊസിഷൻ നടത്താം, അതല്ലാതെ കീ ഇല്ലാതെയും എനിക്ക് ട്രാൻസ്പൊസിഷൻ നടത്താം. അപ്പോൾ കീ ഇല്ലാതെയും നമ്മൾ പറയുന്നത് കീലെസ് ട്രാൻസ്പൊസിഷൻ എന്നും മറ്റത് കീഡ് ട്രാൻസ്പൊസിഷൻ എന്നും. ഓക്കെ, അപ്പോൾ കീലെസ്സിനകത്ത് നമുക്ക് പഠിക്കാനുള്ളതാണ് റെയിൽ ഫെൻസ് ട്രാൻസ്പൊസിഷൻ, ആൻഡ് കീയിൽ നമുക്കുള്ളത് റോ ട്രാൻസ്പൊസിഷൻ സൈഫറാണ്. അപ്പോൾ കീലെസ്സിനകത്ത് വരുന്ന റെയിൽ ഫെൻസ് ട്രാൻസ്പൊസിഷൻ നമുക്ക് ഫസ്റ്റ് നോക്കാം. വളരെ സിമ്പിളാണ്. ദിസ് ഈസ് വൺ ഓഫ് എൻ എക്സാമ്പിൾ, ദാറ്റ് മീൻസ് മീറ്റ് മീ അറ്റ് കോളേജ് എന്നുള്ളതാണ് നമ്മുടെ എക്സാമ്പിൾ. ഇവിടെ നമ്മൾ കീ കൊടുക്കുന്നില്ലല്ലോ, പകരം നമ്മളൊരു ഡെപ്ത് നമ്മൾ എങ്ങനെ അറേഞ്ച് ചെയ്യണം, എത്രത്തോളം ഡെപ്തിലാണ് നമുക്ക് ഈ തന്നിരിക്കുന്ന സെൻറ്റൻസിനെ അറേഞ്ച് ചെയ്യുക എന്നുള്ളത്, ആ ഡെപ്ത് ഞാൻ സ്പെസിഫൈ ചെയ്യണം. ഇവിടെ എൻ്റെ ഡെപ്ത് എന്ന് പറഞ്ഞാൽ ഞാനിവിടെ 2 ആണ് കൊടുത്തിരിക്കുന്നത്. ഡെപ്ത് എത്രയാണ്? 2 ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ കൊടുക്കുന്ന ഒരു ഇതിനെ എങ്ങനെ അറേഞ്ച് ചെയ്യാമെന്ന് വെച്ചാൽ, ഞാൻ ആദ്യമേ മീറ്റ് മീ അറ്റ് കോളേജിനെയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പം നെ നമ്മൾ ഡയഗണലി അറേഞ്ച് ചെയ്യണം. അപ്പം ഇതൊരു ഡയഗണലാകും. അടുത്തത് ടി, ഇത് വേറൊരു ഡയഗണലാകും. അതായത് ഇങ്ങനെ 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 അറേഞ്ച് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇവിടെ അതിപ്പോൾ അതിൻ്റെ ഡെപ്ത് എത്രയാണ്? 2 റോസിൽ മാത്രമേ വരുന്നുള്ളൂ അല്ലേ. അതുകൊണ്ടാണ് ഡെപ്ത് 2. നിങ്ങൾക്ക് 3 ഡെപ്ത് 4 ഡെപ്ത് ഏത് വേണമെങ്കിലും എടുക്കാം. അപ്പം നമ്മളിവിടെ എടുത്തിരിക്കുന്നത് 2 ഡെപ്താണ്. സോ MEET, അടുത്തത് ME, ഈ എമ്മും ഇയും ഡയഗണലി അറേഞ്ച് ചെയ്തു. അടുത്ത് AT ഡയഗണലി അറേഞ്ച് ചെയ്തു. മീ അറ്റ് കോളേജ് COLLEGE ഈ രീതിയിൽ അറേഞ്ച് ചെയ്തു. അതിനുശേഷം എൻക്രിപ്റ്റഡ് ഫോം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഈ ഫസ്റ്റ് റോയിൽ വരുന്ന ആളിനെ അതേപോലെ അങ്ങ് എഴുതുക. അതായത് MEMACLEE, അടുത്ത എന്താണ് ET, നെക്സ്റ്റ് അതുപോലെ എഴുതുക ETETOLQ. ദിസ് ഈസ് ദി എൻക്രിപ്റ്റഡ് ഫോം ഓഫ് മീറ്റ് മീ അറ്റ് കോളേജ്. ഓക്കെ, ഈ രീതിയിലാണ് നമ്മൾ റെയിൽ ഫെൻസ് ട്രാൻസ്പൊസിഷൻ ചെയ്യുന്നത്. അതിന് എക്സാമ്പിൾ അത് അവിടെ കൊടുത്തിരിക്കുന്നത്, അത് കാണിച്ചിരിക്കുന്നു. Okay, arrange in diagonal form
ഫോമിൽ അറേഞ്ച് ചെയ്യുക. എന്നിട്ട് റോ വൈസ് നിങ്ങൾ റീഡ് ചെയ്യുക. ഇതിനെ നമ്മൾ സിക്സാഗ് സൈഫർ എന്നും പറയുന്നുണ്ട്. ഇനി നെക്സ്റ്റ് വൺ ഇസ് റോ ട്രാൻസ്പോസിഷൻ സൈഫർ. റോ ട്രാൻസ്പോസിഷൻ സൈഫറിനകത്ത് ചെയ്യുന്നത് നമ്മളൊരു റെക്റ്റാങ്കിൾ എൻ്റെ ഫോമിൽ മെസ്സേജിനെ റൈറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. റെക്റ്റാങ്കിൾ ഫോമിൽ. ഓക്കെ, റോ ബൈ റോ ആയിട്ട് നമ്മൾ അറേഞ്ച് ചെയ്യും. എന്നിട്ട് റോ ബൈ റോയിൽ നമുക്ക് തന്നിരിക്കുന്ന മെസ്സേജ് എന്താണോ അതിനെ റോ ബൈ റോയിൽ അറേഞ്ച് ചെയ്തിട്ട് കോളം ബൈ കോളത്തിൽ റീഡ് ചെയ്യും. ഓക്കെ, പക്ഷേ ഈ കോളം നമ്മൾ ചെയ്യുന്നത് പെർമ്യൂട്ടേഷൻ വഴിയാണ്. അതായത് വേറൊന്നുമല്ല, നമ്മൾ ഒരു റാൻഡം ആയിട്ടുള്ളൊരു ഓർഡറിൽ 0 to 9 വരെയുള്ള ഇവിടെ കീ കൊടുത്തിരിക്കുന്നതുണ്ടോ, ആ കീ ആണ് ആ കീ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇവിടെ കീ എന്ന് പറയുമ്പം ഇവിടെ കീ ഉണ്ട്, ഇൻറ്റിജർ വാല്യൂസാണ് നമ്മൾ കീക്ക് കൊടുക്കുന്നത്. 0 to 9 വരെ നമ്മൾ അറേഞ്ച് ചെയ്യാം. ഓക്കെ, so in the next session we can discuss row transposition cipher and steganography. Okay, thank you all.